ഡാർക്ക് നെറ്റ് വഴി രാസലഹരി കടത്തിയ കേസിൽ 3 വിദേശ പൗരന്മാരും പ്രതികളാവും. ഓസ്ട്രേലിയൻ സ്വദേശികളായ 2 പേരും ഒരു ബ്രിട്ടീഷ് പൗരനുമാണ് പ്രതികളാവുക. പ്രതികളെ ഇന്ത്യയിൽ എത്തിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായം തേടിയതായി നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അറിയിച്ചു. ഡാർക്ക് നെറ്റ് വഴി ലഹരിക്കടത്ത് കേസിലെ മുഖ്യപ്രതി മൂവാറ്റുപുഴ സ്വദേശി എഡിസന് വേണ്ടി ലഹരി കച്ചവടം നടത്തുകയും ക്രിപ്റ്റോ കറൻസി വിനിമയം നടത്തിയതും വിദേശ പൗരന്മാരാണെന്ന് NCB കണ്ടെത്തി. ഇതിൽ 2 പേർ ഓസ്ട്രേലിയൻ പൗരന്മാരും ഒരാൾ ബ്രിട്ടീഷ് പൗരനുമാണ്. ഇവരെ നാട്ടിലെത്തിക്കാൻ NCB വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായം തേടി. ഈ രാജ്യങ്ങളുമായി കുറ്റവാളികളെ കൈമാറാൻ കരാറുള്ളതിനാൽ പ്രതികളെ ഇന്ത്യയിലെത്തിക്കാനാവുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ഇതിനു പുറമെ കേസിലെ മുഖ്യപ്രതി എഡിസന് ജർമ്മനിയിലെ ലഹരി സംഘങ്ങളുമായി ബന്ധമുണ്ടായിരുന്നതായും NCB കണ്ടെത്തിയിട്ടുണ്ട്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.